നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ ഈവനിംഗ് അകത്ത് സ്വർണത്തിൻ്റെ വില 13,750 കൂടി. 15,024 ആണ് 24 ക്യാരറ്റ്. വെള്ളി വന്നിട്ട് 250 എന്ന് പറയുന്നു. പക്ഷേ ഇതിനെക്കാട്ടിലും കുറവാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡാ പറയാം നിങ്ങൾക്ക്. ഇന്ന് രാവിലെ 100 രൂപ ഇറങ്ങിയതായിട്ട് പറയുന്നു. ഗോൾഡിൻ്റെ വില മുകളിലും കീഴേയും പോയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളവർ വന്നിട്ട് 2,25,000 രൂപയ്ക്ക് അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ. 108 അടുത്ത് വരയ്ക്കും പോയി. ഇപ്പോൾ US വന്നിട്ട് ഇന്നലെ 95 ബ്രേക്ക് ചെയ്ത് 95.58 വരയ്ക്കും ചെന്ന് 94.30-40 ക്ലോസ് ആയി. അപ്പോൾ ഇന്നലെ ഒരു വലിയ ഫാൾ ഉണ്ടായിരുന്നു. അത് 93.28 വരയ്ക്കും ചെന്നായിരുന്നു. പിന്നെ RBIയുടെ ഗാംബിറ്റ് ഫെയിലായെന്ന് പറഞ്ഞ് 95.8 വരയ്ക്കും ചെന്നായിരുന്നു. 95.25 കുറച്ച് ട്രേഡായി. അവസാനം 94.80 ആണ്. ഇന്ന് മാർക്കറ്റ് ഇല്ലാത്ത കാരണം ഓവർസീസ് മാർക്കറ്റ് വന്ന് 94.30 ഇരിക്കുന്നു. ആക്ച്വലായിട്ട് നിങ്ങൾക്ക് ഡോളർ വാങ്ങാൻ പറ്റൂല. എന്തെന്ന് വെച്ചാൽ ബാങ്ക് ഇന്ന് ക്ലോസ്ഡ് ആണ്. നാളെയും ബാങ്ക് ക്ലോസ്ഡ് ആണ്. ഇനി നേരത്തെ തേഴ്സ്ഡേ തന്നെ ഡോളർ വാങ്ങാൻ പറ്റും. ഇത് കാരണം ഈ റേറ്റ് വന്നിട്ട് മീനിങ്ലെസ് ആണ്. ഇന്നലെ മാർക്കറ്റ് വീഴുന്നതായിരുന്നു. -0.ന് ഡൗ, S&P 500, നാസ്ഡാക്ക് എല്ലാം വീഴുന്നിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെ മാർക്കറ്റ് വന്നിട്ട് ക്ലോസ്ഡ് ആണ്. ഇത് കാരണം മാർക്കറ്റിൽ വലിയ ഡീറ്റെയിൽസ് ഇല്ല. ഇന്ന് മാർക്കറ്റ് കയറും. എന്തെന്ന് വെച്ചാൽ ട്രംപ് തിരികെ വന്ന് ഞാൻ വാറിനെ തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നൈറ്റ് അത് കാരണം മാർക്കറ്റ് കയറും. ഇതേ ന്യൂസ് നാളെയും കൂടെ കേടിയാവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 200-300 പോയിന്റ് പ്ലസ് ആകും. അതിൻ്റെ ഇടയ്ക്ക് ഗുണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇന്നും അത് ഇറങ്ങും. കയറുവാണെങ്കിൽ ഇത് ഡെഡ് ക്യാപ് ബൗൺസ് ആണ്. സ്ട്രൈറ്റാ ഹോമോസ് ഓപ്പൺ ആയാൽ തന്നെ ഇന്ത്യയുടെ പ്രോബ്ലം സോൾവ് ആവും. ഇന്ത്യയുടെ പ്രോബ്ലം സോൾവ് ആകുന്ന വരയ്ക്കും അത് കയറുന്നു എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. 8 ഇന്ത്യ മക്കൾ മരിച്ചോ എന്ന് കൺഫേംഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. സോ 1 മിസ്സിംഗ് ആണ്. മൊത്തം 9 പേര് കാലി. 5,50,000 പേര് തിരികെ എത്തി ഇന്ത്യക്ക്. കാരണം നമ്മളെ ക്രൈസിസ് വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ജോലിയുടെ ആവശ്യം ഒരുപാട് ഇരിക്കും. ജോലി തേടണം. 6 or 7% ഓഫ് പോപ്പുലേഷൻ മീതി വന്നിട്ട് 90 ലക്ഷം പേര് ഇരിക്കുന്നു. സ്കൂൾ, കോളേജ് ഇങ്ങനെയൊക്കെ അത് കംഫർട്ടബിൾ ചെയ്യണം. എല്ലാം ഒരു അൺസർട്ടനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ ബിൽഡ് ചെയ്യുവാണെങ്കിൽ വാർ തീർന്നതും തിരികെ ഓടിപ്പോകും. ഇത് കാരണം ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകണു എന്ന് അറിയുന്നില്ല. അമേരിക്ക വന്ന് ഇന്നും ഇറാനിൻ്റെ മേളിൽ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇസ്ബഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് അടിച്ചിരിക്കുന്നു. അർഗ ഐലൻഡിനെ പിടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു കുവൈത്തി ടാങ്കറിനെ അടിച്ച് ദുബായ് പോർട്ടിൽ അത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മേളിലും ഇന്നും ഗുണ്ട് ഇട്ടിരിക്കുന്നു. റിയാലിറ്റി. ട്രംപ് പറയുന്നു വാറിന് തീർത്തു എന്ന്. കാരണം ഡൗണിൻ്റെ ഫീച്ചേഴ്സ് കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗിഫ്റ്റ് നിറ്റിയും കയറിയിരിക്കുന്നു. നാളെ എന്ത് നടക്കുമെന്ന് അറിയില്ല. 300 പോയിന്റ് കയറിയ കാരണം വലിയ റിലീഫ് ഒന്നുമില്ല. 22,600 ചെല്ലും. അത് ഈ 2 ദിവസം മടിക്ക് വേണമെങ്കിൽ അത് ശരിയാകും. ഈ ആഴ്ച ഫുള്ളായിട്ട് വലുതായിട്ട് ട്രേഡ് ഇരിക്കത്തില്ല. സെറ്റിൽമെൻറ്റ് ഇല്ലാതെ ട്രേഡാണ്. അതിൻ്റെ മറുദിവസം സെറ്റിൽമെൻറ്റോടൊപ്പമുള്ള ട്രേഡാണ്. പിന്നെ ഗുഡ് ഫ്രൈഡേ. സീരിയസ് ട്രേഡ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച തന്നെ. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സ്ട്രൈറ്റ് ഓഫ് ഹോമോസ് വന്നിട്ട് ഞങ്ങളത് മൊമാൻറ്റതുമാണ്. ഓപ്പണിങ്ങിനും ഞങ്ങൾ കൺട്രോൾ ചെയ്യും. നിങ്ങൾ അറിയിക്കാതെ ഏതൊരു ഷിപ്പും അകത്തും വെളിയിലും പോരുത്. കെട്ടണം എന്നും പറഞ്ഞിരിക്കുന്നു. അവരുടെ പാർലമെൻറ്റ് തന്നെ പാസ് ചെയ്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ടോൾ കെട്ടാതെ എവിടെയും പോകാൻ പറ്റൂല. കാര്യത്തിന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. സെൻസെക്സ് വന്നിട്ട് ഒരു 2 ഇയർ ലോയർ എടുത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. 2 ഇയറിൻ്റെ മുമ്പേ ഇതേ ലോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയറും ഈ ലോ വന്നാന്ന് നമുക്കറിയാൻ പറ്റിയില്ല. ഈ വന്നിട്ട് 1 ഇയർ ലോ 21,780, 22,250 വരയ്ക്കും ചെന്നായിരുന്നു. ആക്ച്വലി നിങ്ങൾ നോക്കിയെങ്കിൽ ഇന്നും ഒരു 700 പോയിന്റ് കുറയുവാണെങ്കിൽ 4 ഇയർ ആവറേജിന് എത്തും. ഇൻഡൈസസ് വന്നിട്ട് മാർച്ചിലിരുന്ന് ഇന്ന് വരയ്ക്കും ഒരു 14% കുറഞ്ഞിരിക്കുന്നു. FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കണ്ടിന്യൂസ് വിറ്റുകൊണ്ടേയിരിക്കുന്നു. ഒരേ ദിവസത്തിൽ 9,40,000 കോടി വാല്യൂ പോയിരിക്കുന്നു എന്ന് പറയുന്നു. മാർക്കറ്റ് ക്രാഷ്. പ്രൊമോട്ടേഴ്സിനും ലോസ്, മ്യൂച്വൽ ഇൻവെസ്റ്റേഴ്സിനും ലോസ്, മ്യൂച്വൽ ഫണ്ട്സിനും വലിയ ലോസാണ്. ഇന്നലെ ഒരേ ദിവസത്തിൽ 9,40,000 കോടി നഷ്ടമാണ്. ഇക്വിറ്റി വന്നിട്ട് 2026 വെസ്റ്റ് പെർഫോമൻസ്. യെസ്, കോവിഡ് പീരിയഡിന് ഇപ്പോൾ ചെന്നിരിക്കുന്നു. കോവിഡ് സമയം കൂടെ ഇത്രയും വലിയ ലോസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് കോവിഡ് ഇല്ലാതെ ഒരു വലിയ ലോസാണ്. ഇപ്പോൾ നിയർ 5% ഡിക്ലൈൻ ആണ്. ജനുവരി 1 ഇന്ന് വരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിക്ലൈൻ ഇരിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ വന്നിട്ട് 34 ഇയർ ഓൾഡർ ഹൈ എന്ന് വെച്ചാൽ 1991 വന്ന്
1991 ആകുമ്പോൾ ഇപ്പോൾ എന്തായി 36 ഇയേഴ്സ്. അതിൻ്റെ ശേഷം ഇതാണ് ഹയസ്റ്റ് 1,50,000 കോടി FY26 ചെന്നിരിക്കുന്നു. ഇതിൽ 1,73,000 കോടി ഈ മാസത്തിൽ തന്നെ പോയിരിക്കുന്നു. ഇതൊരു പുതിയ ലോക സാധനയാണ്. 91 മുതൽ നമ്മൾ ലോകത്തിൽ FIA ഇല്ല. ഇതൊരു പുതിയ റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. STT ഹൈക്ക് ഡെറിവേറ്റീവ് ട്രേഡിംഗ് കോസ്റ്റിനെ കയറ്റി റീറ്റെയിൽ ഇൻവെസ്റ്റർ നഷ്ടത്തിനകത്ത് തള്ളിയിരിക്കുന്നു. ബദലായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റർ ട്രേഡ് ചെയ്യരുത് എന്ന് ഓയിൽ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ വന്നിട്ട് പ്ലാറ്റിനമിൻ്റെ ഒപ്പം ഗോൾഡിന് മിക്സ് ചെയ്ത് ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് എന്ന് പോട്ട് കൊണ്ടുവരുന്നു. ഇന്നത്തിൽ കുറച്ച് സ്വർണ്ണത്തിനെ മിക്സ് ചെയ്ത് അകത്ത് കൊണ്ടുവരുന്നു. 450 കോടി രൂപയ്ക്ക് ഗോൾഡ് അകത്ത് വന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, അത് എയർപോർട്ട്, ലാൻഡ് ബോർഡർ പോലെ പല സ്ഥലങ്ങളിൽ വരും. ഇതുപോലെ ഒരു പ്രോഡക്റ്റിനെ ടാക്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതേ വളരെ തെറ്റാണ്. നമുക്ക് സ്റ്റോക്സ് വന്നിട്ട് ടോട്ടൽ 23% ഗോവിന്ദോ ആയിരിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ ജോലിയാണ്. വന്നിട്ട് ഫോറിൻ കറൻസി ലിമിറ്റിന് 100 മില്യൺ റെമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ 3% ഗാലിയാണ്. ബാങ്കിൽ വന്ന് ഡെപ്പോസിറ്റ് ആരും ഇടുന്നില്ല. ഇത് 2 കാരണമുണ്ട് ഇതിന്. റിയൽ വേജസ് ഗ്രോത്ത് ഇല്ല, അതായത് വിലവാശി ശമ്പളത്തിനെക്കാട്ടിലും കൂടുതലാകുന്നു. രണ്ടാമത് കാര്യം, കടൻ ഒരുപാടുണ്ട്. 10 രൂപ ബാങ്കിൽ ഇടുവാണെങ്കിൽ 6 രൂപ കടൻ അടക്കാൻ ഉടനെ എടുക്കുന്നു. ഇത് കാരണം 2 ഇയർ ലോയിൽ ഇരിക്കുന്നു. RBI റേറ്റ് കട്ട് ചെയ്ത് കൂടെ ആരും കാശ് ഇടുന്നില്ല. ഇപ്പോൾ റീസണാണ് ഇൻഫ്ലേഷനും കൂടുതൽ ഇരിക്കുന്നു. RBI 5.5% റിപ്പോ റേറ്റിനെ കട്ട് ചെയ്തിരിക്കുന്നു. 0% കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും ഡെപ്പോസിറ്റ് ഇടൂല. IT സെക്ടർ വന്നിട്ട് ബെഞ്ചിനെ കട്ട് ചെയ്ത് ഡിമാൻഡ് ആൻഡ് ഹയറിങ്ങിനെയും കട്ട് ചെയ്യുവാണെങ്കിൽ ഡിമാൻഡ് ഇല്ല. Q4 വളരെ വീക്കായിരിക്കുമെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നു. ECS ഡിവിഡൻഡ് കാരണം തന്നെ ടാറ്റ സൺസ് ഇത്രയും ദിവസം സേവ് ആയിക്കൊണ്ടിരുന്നു. ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കണം. ഡോക്ടർ റെഡ്ഡി വന്നിട്ട് സെമി ഗ്യൂട്ടേഡ് സ്റ്റോക്കിനെ സെൽ ചെയ്ത് തീർത്തിരിക്കുന്നു. കോർട്ടിൻ്റെ പെർമിഷൻ വാങ്ങിയുണ്ട്. മന്തിന് മുകളിൽ എന്തെങ്കിലും സ്റ്റോക്ക് മീതി ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കൊടുക്കണം എന്നാണ് പറയുന്നു. അതൊന്നൊരു ചക്രവർത്തി FCയുടെ ചെയർമാൻ എന്ത് പറയുന്നു എന്നാൽ, വാല്യൂ സിസ്റ്റം ഇൻ HDFC ബാങ്ക് ബേസിക് കസ്റ്റമറിൻ്റെ തലയിൽ വിസ്കിയ എറ്റിയൻ ബോണ്ട് കെട്ടിയത് തെറ്റാണ്, അറിഞ്ഞ് തന്നെ ചെയ്തിരിക്കുന്നു, ഇൻകോൺഗ്രുവൻറ്റ്. ഇത് കാരണം ഇൻവെസ്റ്റർ കോൺഫിഡൻസ് പോകും. ഡിഫൻസ് ഒപ്പീനിയൻ കൊണ്ടാണ് എന്നെ വെളിയിൽ തള്ളി എന്ന് പറയുന്നു. അറ്റ കെമിക്കൽസ് ഷനിൽ 1 മില്യൺ ടൺ ഓഫ് സോഡ ആഷ് ഇരിക്കുന്നു. ഫോർച്ചുനേറ്റ്ലി ആ സോഡ ആഷിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിയില്ല. ആ ആഷിൻ്റെ വില കയറിയിരുന്നാൽ ഈ കമ്പനി സൂപ്പറായിട്ട് ചെയ്തിരിക്കും. ഓട്ടോ സെക്ടറിൽ വലുതായിട്ട് ഗ്രോത്ത് ഇരിക്കത്തില്ല, കോസ്റ്റ് പ്രഷർ കൂടുതലിരിക്കും. വില കയറിയെങ്കിൽ കോസ്റ്റ് കുറയും പറഞ്ഞിരിക്കുന്നു. ഫുഡിൻ്റെ വില കയറുന്നൊപ്പം വെഹിക്കിൾ കമ്പനി ഷെയറൊക്കെ വിളിന്നിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സും വിളിന്നിരിക്കുന്നു. ഇതുകൊണ്ട് വിളിന്നിരിക്കുന്നു എന്നാൽ മാർജിൻ പ്രഷർ വരും, എൽസ് ചെയ്യാൻ പറ്റൂല. റീസൺ കൊണ്ടാണ് ഇത് നടന്നിരിക്കും. ഇന്നലെ ഈവനിങ് $110 മേളിൽ ചെന്നിരിക്കുന്നു. ഊറിൻ്റെ അടുത്ത് പോകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്ത് വിചാരിക്കുന്നു എന്നാൽ, റീജിയണൽ ബ്രാഞ്ച് കൺവീനിയൻസിനൊക്കെ കറക്റ്റായി ചെയ്ത് FMCG ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ FMCG ബിസിനസ് അൺലിസ്റ്റഡ് ആണ്. PMGയുടെ അടുത്താണ് ഫുൾ ആൻഡ് ഫുൾ ഇരിക്കുന്നു. ഫെഡറൽ ബാങ്ക് വന്നിട്ട് അവരുടെ ബാങ്ക് സ്ട്രാറ്റജിയെ മാറ്റി ഡിജിറ്റൽ ബാങ്കായിട്ട് മാറ്റാൻ പോകുന്നു. ഫുള്ളായിട്ട് പൊസിഷൻ എടുക്കുന്നു. ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നു. SBI ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ, CDSL ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് നോട്ടീസ് ഒന്നും വന്നില്ല, ഇതൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എല്ലാം താഴെ വിടുന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി SBI, ICICI അക്കൗണ്ട്സ് ആയാലും പ്രശ്നമില്ല. കൺസിഡർ ചെയ്യാത്തവർ നാളെ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യൂ. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.